അഡ്ലേഡിൽ ഓസ്ട്രേലിയയുടെ പിങ്ക് ബോൾ ടെസ്റ്റിൽ തോൽവി ഏറ്റുവാങ്ങിയതോടുകൂടി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള ടീം ഇന്ത്യയുടെ എൻട്രിയും ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയ്ക്കെതിരെ വിജയം നേടിയതോടുകൂടി ടീം ഇന്ത്യയുടെ സാധ്യതകളും മങ്ങിയിരിക്കുകയാണ്. നിലവിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കാനുള്ള സാധ്യതകളാണ് പോയിന്റ് ടേബിളിൽ കാണുന്നത്. ഇന്ത്യ കഴിഞ്ഞ 2 തവണയും ഫൈനൽ കളിച്ച ടീമായിരുന്നു. എന്നാൽ ഇത്തവണ ഫൈനൽ കളിക്കാതെ പുറത്തായാൽ തീർച്ചയായിട്ടും പരിശീലകൻ ഗൗതം ഗംഭീറിനെ തന്നെയായിരിക്കും ഇത് കൂടുതലായി ബാധിക്കുക. ഗംഭീറിന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടും ഇന്ത്യക്ക് ഫൈനൽ കളിക്കാനാവാത്തത് വലിയ തിരിച്ചടിയായി മാറും. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഗംഭീറിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യതകളും കാണുന്നത്. തീർച്ചയായിട്ടും ഗംഭീറിന്റെ സ്വാധീനത്തോടു കൂടി ചില താരങ്ങൾ ടീം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗംഭീറിനെ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ ചില താരങ്ങളുടെ കരിയറിനെയും അത് പ്രതികൂലമായി തന്നെ ബാധിക്കും. ഗംഭീർ പുറത്തായാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ ഒരുപക്ഷെ കരിയർ തന്നെ അവസാനിച്ചേക്കാവുന്ന താരങ്ങളുടെ ലിസ്റ്റ് ഇന്ന് സ്പോർട്സ്കീഡയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ താരം സഞ്ജു സാംസൺ ആണ്. ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ട് ഏറെ നാളുകളായിട്ടും തുടർച്ചയായി അവസരം ലഭിക്കുകയും അല്പമെങ്കിലും പിന്തുണ ലഭിക്കുകയും ചെയ്തത് ഗംഭീർ പരിശീലകനായ ശേഷമാണ്. സഞ്ജുവിന് ഇഷ്ട ബാറ്റിംഗ് പൊസിഷനായ ഓപ്പണിംഗ് റോളും T20യിൽ ഗംഭീർ നൽകുകയും ചെയ്തിരുന്നു. ഇതോടെ ഈ വർഷം 3 T20 സെഞ്ചുറികളാണ് സഞ്ജു അടിച്ചെടുത്തത്. മോശം ഫോമിലും സഞ്ജുവിന് പൂർണ്ണ പിന്തുണയും സ്വാതന്ത്ര്യവുമാണ് ഗംഭീർ നൽകിയത്. എന്നാൽ ഇനി മറ്റാര് പരിശീലകനായി എത്തിയാലും ഗംഭീർ നൽകിയ ആ ഒരു സ്വാതന്ത്ര്യം സഞ്ജുവിന് ലഭിക്കണമെന്നില്ല. ഓപ്പണർ സ്ഥാനത്ത് നിന്നും ചിലപ്പോൾ ടീമിൽ നിന്നടക്കം സഞ്ജുവിനെ തഴയാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സഞ്ജുവിന്റെ സ്ഥിരത ഇപ്പോഴും പ്രശ്നമാണെന്നിരിക്കെ ഗംഭീറിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ സഞ്ജുവിനെ അത് കാര്യമായി ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്ന രണ്ടാമത്തെ താരം സൂര്യകുമാർ യാദവ് ആണ്. ഇന്ത്യയുടെ T20 ടീമിലെ നിലവിലെ നായകനാണ് സൂര്യകുമാർ യാദവ്. കടന്നാക്രമിച്ച് കളിക്കുന്ന സൂര്യകുമാർ യാദവ് അപ്രതീക്ഷിതമായാണ് ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്ക് എത്തിയത്. രോഹിത് ശർമ്മ ഇന്ത്യൻ T20 ടീമിനെ നയിക്കുമ്പോൾ ഹർദിക് പാണ്ഡ്യ ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത്. എന്നാൽ ഗൗതം ഗംഭീർ പരിശീലകനായപ്പോൾ ഹർദിക്കിനെ തഴഞ്ഞ് സൂര്യകുമാർ യാദവിനെ നായകനാക്കുകയായിരുന്നു. ഇന്ത്യ ഗംഭീറിനെ പുറത്താക്കി പുതിയ പരിശീലകനെ കൊണ്ടുവന്നാൽ സൂര്യകുമാർ യാദവിനും നായകസ്ഥാനം നഷ്ടമാകും. ഈ ലിസ്റ്റിലെ മറ്റൊരു താരം ശ്രേയസ് അയ്യരാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയാണ് ശ്രേയസ് അയ്യർ. 3 ഫോർമാറ്റിലും തിരിച്ചെത്താൻ ഗൗതം ഗംഭീർ ശ്രേയസിനെ പിന്തുണയ്ക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ആഭ്യന്തര ടൂർണമെന്റുകളിൽ ഉൾപ്പെടെ മികച്ച പ്രകടനമാണ് അയ്യർ കാഴ്ചവെക്കുന്നത്. എന്നാൽ ഗംഭീറിന്റെ സീറ്റ് തെറിച്ചാൽ ശ്രേയസിന് മടങ്ങിവരവ് അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഗംഭീർ തുടരണമെന്നാകും ശ്രേയസും ആഗ്രഹിക്കുക. കൊൽക്കത്തയിൽ ഇരുവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള സാഹചര്യത്തിലും ശ്രേയസിന് തിരിച്ചുവരവിന് ഗംഭീർ വഴിയൊരുക്കുന്നുണ്ടായിരുന്നു. ഈ ലിസ്റ്റിൽ പറയുന്ന അടുത്തൊരു താരം ഹർഷിത് റാണയാണ്. ഗൗതം ഗംഭീറിന്റെ പിന്തുണ കൊണ്ട് മാത്രം ഇന്ത്യക്കായി കളിക്കുന്ന താരമാണ് പേസറായ ഹർഷിത് റാണ. KKR താരമായതിനാലാണ് ഗംഭീർ ഹർഷിതിനെ പിന്തുണയ്ക്കുന്നത്. ഓസീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ അത്ര മികച്ചൊരു പ്രകടനം ഹർഷിതിന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. പുതിയൊരു പരിശീലകൻ വന്നാൽ ഹർഷിതിന്റെ ചീട്ട് കീറുമെന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഗംഭീർ കോച്ചിംഗ് സ്ഥാനത്ത് നിന്ന് മാറിയാൽ ഹർഷിത് റാണയ്ക്കും കാര്യങ്ങൾ കൂടുതൽ കടുപ്പമാകും. ടീമിലെ സ്ഥാനവും അദ്ദേഹത്തിന് നഷ്ടമാകാനുള്ള സാധ്യതകളാണ് ഈ ഒരു സാഹചര്യത്തിൽ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.